നമസ്കാരം. ഹെർബൽ വണ്ടേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ചായ മനസ അല്ലെങ്കിൽ മരച്ചീര എന്ന് പറഞ്ഞ ഒരു മെക്സിക്കൻ ചീരയെക്കുറിച്ചാണ്. ഇതിൻ്റെ ഉത്ഭവം മെക്സിക്ക തന്നെയാണ്. ഈ ചീര ഏകദേശം ഒരു 6 മീറ്റർ ഉയരത്തിൽ വരെ വളരുന്നതാണ്. മുരിങ്ങയുടെ തണ്ടൊക്കെ പോലെ, നമ്മുടെ മുരിങ്ങ മരത്തിൻ്റെ തണ്ടൊക്കെ പോലെ ആയിരിക്കും ഇതിൻ്റെ തണ്ടുകളും. ഇതിൽ പ്രോട്ടീനും വൈറ്റമിനും കാൽഷ്യം, അയൺ, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒരു ചീരയാണ്. ഈ ചീര വർഷത്തിൽ എല്ലാ ദിവസവും നല്ല രീതിയിൽ തന്നെ ഇലകൾ തരുന്ന ചീരയാണ്. നമുക്കിതൊരു ചീരയാണ് എന്ന് തോന്നില്ല, അങ്ങനെയൊരു ചെടിയാണിത്. ഇതിൽ നമ്മളുടെ മാർക്കറ്റിൽ കിട്ടുന്ന മറ്റ് ചീരകളെക്കാട്ടിലും എല്ലാം ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചീരകളിൽ വെച്ച് രാജാവെന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം നിഡോസ്കോലസ് അക്കോണിറ്റിഫോളിയസ് എന്നാണ്. മായൻ ട്രീ സ്പിനാച്ച് എന്നാണ് ഇംഗ്ലീഷിൽ ഇത് പൊതുവെ അറിയപ്പെടുന്നത്. ഈ ചെടിയുടെ ഇലകളിൽ ഹൈഡ്രോസയാനിക് ഗ്ലൂക്കോസൈഡ് ഉണ്ട്. ഇതൊരു ടോക്സിക് സബ്സ്റ്റൻസ് ആണ്. പക്ഷേ നമ്മൾ ഇല ഒരു 5 മുതൽ 15 മിനിറ്റിനുള്ളിലുള്ള സമയത്ത് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. നന്നായി കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഈ ഹൈഡ്രോസയാനിക് ഗ്ലൂക്കോസൈഡ് ഗ്യാസ് ആയിട്ട് മാറിപ്പോവുകയാണ് ചെയ്യുക. അപ്പം നമുക്കത് കഴിക്കുന്നത് കൊണ്ട് യാതൊരുവിധ അപകടവും ഉണ്ടാവില്ല. എന്തെല്ലാം ഗുണങ്ങളാണ് ഇതിൻ്റെ ഇല നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്നതെന്നാൽ, ഡയബറ്റീസിനെ നിയന്ത്രിക്കും, ഒബേസിറ്റി, അതായത് അമിതമായ ശരീരത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന കൊഴുപ്പിനെയെല്ലാം അലിയിച്ച് കളയുവാനുള്ള ശേഷിയുണ്ട്. മൂത്രത്തിൽ കല്ല് ഏത് തരത്തിലുള്ളതാണെങ്കിലും അതിനെയും അലിയിച്ച് കളയാനുള്ള ശക്തിയുണ്ട്. പൈൽസ്, മുഖക്കുരു, അതായത് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരമാണ്. കാഴ്ചശക്തി വർദ്ധിപ്പിക്കും. ഓർമ്മശക്തിയും ബ്രെയിൻ ഫങ്ഷൻസൊക്കെ വളരെ കൃത്യമാക്കും. പിന്നെ അകാല നര മാറ്റും. മലബന്ധം ഉള്ളവർക്ക് ഇതൊരു ലാക്സേറ്റീവായിട്ട് ഉപയോഗിക്കാം. പിന്നെ മൂത്രം പ്രവർത്തനം കൃത്യമല്ലാത്തവർക്ക് അത് കൃത്യമാക്കാനും ഇത് നല്ലതാണ്. നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ച് വയറ് വല്ലാതെ നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ഭക്ഷണം കഴിക്കാത്തപ്പോഴും, ഭക്ഷണം കഴിച്ച് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞാലും അതുപോലെ അനുഭവപ്പെടുന്നവർക്കും ദഹനമില്ലാത്തവർക്കുമൊക്കെ ഈ ഇല ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പറയപ്പെടുന്ന പ്രശ്നങ്ങളെല്ലാം മാറുവാൻ വളരെ നല്ലതാണ്. പാല് കൊടുക്കുന്ന അമ്മമാർക്ക് പാൽ ഉൽപ്പാദനത്തിന് നല്ലതാണ്. ചില ആളുകൾക്ക് നഖത്തിൻ്റെ കട്ടി വളരെ കുറവായിരിക്കും. കാലിലായിരുന്നാലും കയ്യിലുള്ളതായിരുന്നാലും വളരെ കട്ടി കുറഞ്ഞ നഖം കണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ ഇല തോരൻ വെച്ചോ മെഴുക്ക് വരട്ടി വെച്ചോ പതിവായി കഴിക്കുന്നത്, നമ്മൾ സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സൂപ്പ് ഉണ്ടാക്കി കഴിക്കാം. ഇങ്ങനെയൊക്കെ പതിവായി നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് മാറിക്കിട്ടും. ഈ ചായമൻസ ഇല എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത് എന്നൊരു ചെറിയ ഡെമോൺസ്ട്രേഷൻ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന അളവുകൾ നിങ്ങളുടെ വീട്ടിലുള്ള ചായമൻസ ഇല എത്രയുണ്ടോ, നിങ്ങൾ എടുത്തിരിക്കുന്നത് എത്രയാണോ അതിന് കണക്കാക്കി വേണം ഇടുവാൻ വേണ്ടിയിട്ട്. എങ്ങനെ എന്നുള്ള ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ചായമൻസയുടെ ഒരടി നീളമുള്ള കമ്പുകൾ മുറിച്ച് നട്ടാൽ അത് കിളിർത്ത് വന്നുകൊള്ളും. നന്നായി കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്ത ചായമൻസ ഇല, ഇത് നമ്മൾ കടുക് പൊട്ടിച്ച് അതിൽ ചെറിയ ഉള്ളി അരിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് ലേശം കാന്താരി മുളക് ചതച്ച് ചേർത്തതും കൂടി ഇട്ടാണ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചതെല്ലാം അതിലിട്ടു നന്നായി ഇളക്കി കൊടുത്തു. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെക്കുമ്പോൾ ഉപ്പ് തിരുമ്മി വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. ഞാൻ ഉപ്പ് തിരുമ്മി വെച്ചിരുന്നു. എന്നിട്ട് ഇതൊരു
7-8 മിനിറ്റ് നന്നായി കുക്ക് ചെയ്തെടുത്താൽ മതി. മെഴുക്ക് വരട്ടി റെഡിയാകും. ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി.